ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വെച്ചാൽ നമ്മളെ പ്രായൻ്റെ വിശേഷങ്ങളായിട്ട് വന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം പറയാണ്ട്, നമ്മൾ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പറത്തുന്ന വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ മഴ ആയതുകൊണ്ട് പറത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ആദ്യമേ പറയുകയാണ്, ഇപ്പോൾ വീഡിയോസിനൊക്കെ ഇപ്പോൾ ക്ലാരിറ്റി ഇല്ലേ? അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഉമ്മൻ്റെ ഫോണിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്യാവശ്യം സെറ്റായിട്ട് തന്നെ നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞതാണ്, അതിൻ്റെ എല്ലാ ഇതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടൊരു ഇത് നോക്കുമ്പോൾ നല്ല ബെറ്ററായി തോന്നുന്നുണ്ട് വീഡിയോ ക്വാളിറ്റി. അപ്പോൾ നമ്മളെ പ്രാവുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട് ഒന്നിനെ മാത്രം, മക്കളുള്ളതിനെ മാത്രം ഒന്ന് തുറന്നിട്ടുണ്ട്, ബാക്കി എല്ലാത്തിനും അടിച്ചിട്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ കൂടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രായം നമ്മൾ അടിച്ചിട്ടാണ്. ഇപ്പോൾ ബ്രീഡിങ്ങിനായിട്ടൊന്നും ഇടലില്ല. ഇപ്പോൾ ബ്രീഡിങ്ങിന് ഇടുമ്പോൾ മാത്രമേ നമ്മൾ തുറന്നിടലുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ കൂട്ടിയിലാക്കിയിട്ട് സിംഗിൾ കേജിലേക്കാണ് ഇട്ടത്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, ഇതൊരു 3 മണിക്കൂർ പറഞ്ഞ കുഞ്ഞനാണ്. ഇപ്പോൾ ഫാൾക്കൻ അടിച്ചുകൊണ്ട് ഇപ്പോൾ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, അപ്പോൾ അതവിടെ വെട്ടിയിട്ടാണെന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുകയാണ് ആ പ്രാവിനെ. അതേപോലെ ഇതൊരു 2 മണിക്കൂർ പറഞ്ഞ് അവിടെ വെച്ചതാണ്. ഇനിയും ടൈം കയറ്റണമെന്നും ഉണ്ടായിരുന്നു, പിന്നെ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നല്ല പ്രാവാണിത്. ഇത് ടൈം കയറുന്ന പ്രാവാണ്. അപ്പോൾ 2 മണിക്കൂർ പറഞ്ഞിട്ട് കിതപ്പൊന്നും ഇല്ലായിരുന്നു, ഇനിയും കയറും ടൈം. അപ്പോൾ ഇത് നമ്മളെ പുതിയ വാങ്ങിയൊരു കുഞ്ഞന്മാരാണ്. അപ്പോൾ അതിലുള്ള ഒരു കുഞ്ഞനാണിത്. അപ്പോൾ ഇതൊരു മെയിൽ പ്രാവാണുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ കുറുകുന്നൊക്കെ ഉണ്ട്, അത്യാവശ്യം ആ ഒരു ശൈലിയിലുണ്ട് ആണിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇപ്പുറം കിട്ടിയ ഒരു പ്രാവാണിതാ ഇവിടെ തൊട്ടിപ്പുറത്തുള്ള കൂട്ടിൽ. അപ്പോൾ ഇതൊരു ഫീമെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ആ ശരീരവും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫീമെയിലിൻ്റെ ലുക്ക് ഉണ്ട്. അപ്പോൾ കുറുകുന്നൊക്കെ ഉണ്ട് ചെറുതായിട്ട്, എന്നാലും കുറുകുന്നതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഈ കൂട്ടിൽ നമ്മളെ ഇവിടെ ഉണ്ടായ ഒരു കുട്ടിയാണ്. അപ്പോൾ കൂടിൻ്റെ ഡോറൊക്കെ നല്ല ജാമാണ്. അപ്പോൾ ഇതൊരു 8 കളിയായ പ്രാവാണ്. അപ്പോൾ ഇതിനൊരു ജോഡി ഇട്ടാണോ അടുത്ത സീസണിൽ. ഇതുവരെ പറത്തിച്ചിട്ട് ഞാൻ പറത്തി നോക്കിയിരുന്നു, പക്ഷെ പറക്കുന്നില്ല പ്രാവ്. അപ്പോൾ 8 കളിയായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം വിട്ടതാണ്, പക്ഷേ ചെറുപ്പത്തിലേ വിട്ടാലല്ലേ ശരിയാവും. അപ്പോൾ പ്രാവ് പറന്നില്ല, ഇപ്പോൾ കള്ളി കൂടിപ്പോയതാണ്. അതേപോലെ ഇപ്പോഴത്തെ കളിയിൽ നമ്മളെ ഡബിൾ കണ്ണി ഉണ്ട്. ഇപ്പോൾ ഡബിൾ കണ്ണി നമ്മൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ പറഞ്ഞ് ഞാൻ വെട്ടിച്ചാണ്. വേറൊന്നുമല്ല, ഓലമ്മൽ ഇങ്ങനെ മാറി ചവിട്ടുന്നത്, അതുകൊണ്ടാണ്. ഒരു 1.5 മണിക്കൂർ പറഞ്ഞിട്ട് അങ്ങ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ മാറി ചവിട്ടുന്നതിന് ഇനിയും പറത്തിക്കുമ്പോൾ ഒരു സീനെന്ന് വെച്ചാൽ, നമ്മളെ കുഞ്ഞന്മാരൊക്കെ വിടുമ്പോൾ ചിലപ്പോൾ ഈ പ്രാവ് അവിടെ ഓലമ്മ ഇരിക്കുമ്പോൾ കുഞ്ഞന്മാർ അവിടെ പോയി ഇരിക്കും. അപ്പോൾ നമ്മളെ കളത്തിലിരിക്കുന്ന പ്രാവിനെ മാത്രമാണ് ഞാൻ വിടലുള്ളത്. അപ്പോൾ അങ്ങനെ വിടുമ്പോൾ നമ്മളെ കുഞ്ഞന്മാരും അതിൻ്റെ ഒപ്പം ഇറങ്ങും, മറ്റേത് ഓലമ്മ ഇരിക്കുമ്പോൾ അവിടെയും പോയി ഇരിക്കും. അപ്പോൾ ഇത് നമ്മളെ മെയിൻ പ്രാവ്, ഡ്രൈവർ പ്രാവ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ല, ഇതിനെ നമ്മൾ സിംഗിളായിട്ട് വെച്ചതാണ്. ഇപ്പോൾ കൂടൊക്കെ അലമ്പായി കിടക്കുന്നുണ്ട്, കൂടൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണം, ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും അടിപൊളി പ്രാവാണ് ഇത്. എത്ര മണിക്കൂർ പറഞ്ഞാണ് ഞാൻ എന്തായാലും വാങ്ങിക്കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളയിൽ 8-9 മണിക്കൂർ പറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും കിട്ടിയ സാധനം നല്ല കൊള്ളാവുന്ന സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ജോഡിയാണിത്, അതിന് വേണ്ടി വാങ്ങി വെച്ചതാണ് ഈ ഫീമെയിൽ. അപ്പോൾ ഈ അടുത്ത സീസണിൽ ഇതിനെ ജോഡി ഇടണോ ഈ ഡ്രൈവർ പ്രാവിന്, എന്നാലും നല്ല കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങും തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോഴത്ത അതിൽ ഒരു ജോഡി നാടൻ പ്രാവാണ്, അതുകൊണ്ടാണ് മര്യാദയ്ക്കൊരു റിസൾട്ട് കിട്ടാത്തത്. ഈ കൂട്ടത്തെ ഈ പ്രാവ് ഒരു നാടനായിട്ട് ക്രോസാണ്. അപ്പോൾ ഈ പ്രാവിനാണ് ഇപ്പോൾ ഇട്ടത്. ഇത്രയും കാലം ഇതിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രാവായിട്ട് നമ്മളൊന്ന് ജോഡി ഇട്ട് നോക്കണം, അത്യാവശ്യം റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവ് അത്യാവശ്യം പറന്ന പ്രാവാണ്. അപ്പോൾ ഇനിയിപ്പോൾ വിട്ടോക്കണേ ജോഡി ഇട്ട് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്രാവുകൾ. അതേപോലെ ഈ കൂട്ടിൽ ഒരു സബ്ജ ഉണ്ട്. അപ്പോൾ ഇതൊരു ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ ഇതൊരു 8 കളിയായില്ല, ഒരു 7 കളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാൾക്കൻ അടിച്ചതാണ്, അതുകൊണ്ടാണ് 30 എനിക്ക് തന്നെ. ഇപ്പോൾ സീനില്ല, ബെറ്ററായി വരുന്നുണ്ട്. എന്തായാലും ഇതിനെ നമുക്കൊരു ജോഡിയൊക്കെ ഇടണം. ഇത് ഫീമെയിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കൊള്ളുന്ന പ്രാവാണ്, അവിടെ പറന്ന പ്രാവാണ്. അപ്പോൾ ഇത് ഫാൾക്കൻ അടിച്ചുകൊണ്ട് പിന്നെ വിടാൻ മടിയായിപ്പോയി.
അതുകൊണ്ട് ഇന്നോട് ബ്രീഡിങ്ങിന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. ഞാൻ മിക്കവാറും ഈ സബ്ജക്റ്റ് വേണ്ടിയിട്ട് അതിനെ ഇട്ട് കൊടുക്കും. ഇതൊരു മെയിൽ പ്രാവാണ്. അത്യാവശ്യം നല്ല കുറുകുന്നു, വട്ടത്തിലൊക്കെ കുറുങ്ങുന്നു. ആ ശൈലിയൊക്കെ ഒരു മെയിലിൻ്റെ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഈ കാലിന് സുഖമില്ലാത്ത പ്രാവ് ഇപ്പോൾ പറന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലുതായിട്ടൊന്നും പറക്കുന്നതല്ല, ഇത് കൂടുമലക്കൊക്കെ ഇപ്പോൾ അടിച്ച് പറക്കുന്നൊക്കെ ഉണ്ട്. ആദ്യം തീരെ സുഖമില്ലാത്ത ഒരു തൂങ്ങിയ അവസ്ഥയിലായിരുന്നു. കണ്ടോ കാലിനൊക്കെ എത്ര ഇതായിട്ടുണ്ട്. നല്ല ഒറ്റക്കാലിനാണ് ഇപ്പോൾ നടക്കുന്നതും പറക്കുന്നതൊക്കെ. എന്തായാലും ബെറ്ററായി വരുന്നുണ്ട് പ്രാവ്. ഒരു കാലിൻ്റെ പ്രശ്നമല്ല, കുറവാണെന്നുള്ളൂ. ഒരു പ്രാവ് എങ്ങനെയാണല്ലേ അതേപോലെയൊക്കെ ഉണ്ട്. വല്ല തൂങ്ങലൊന്നുമില്ല. ആദ്യമൊക്കെ ആയിരുന്നു ഒരു തൂങ്ങൽ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കിട്ടിയ പ്രാവാണ് പറന്നിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ചോദിച്ചു നോക്കി ലോഫ്റ്റിൻ്റെ അടുത്ത് കൂടെയുള്ള അതും അല്ല. അപ്പോൾ പിന്നെ ഇന്ന് കാൽമലാന റിങ്ങും ഇല്ല, നമ്പറും അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാനിവിടെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ച്. അപ്പോൾ ഇത് ആരെയും വന്ന് അതാണെങ്കിൽ കൊടുക്കും. ഇതിപ്പോൾ ആരും വരാനുള്ള സാധ്യതയല്ല, അറിയൂലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വിട്ടാൽ ഇവിടെ തന്നെ ഇറങ്ങും. അതാണ് ഒന്നാമത് പ്രശ്നം. ഞാൻ ചിറക് വെട്ടിപ്പോയി. അപ്പോൾ എന്തോ വേറെ കൂടില്ലാത്തതുകൊണ്ട് ചിറക് വെട്ടിയതാണ്. അപ്പോൾ ആ വായ്ക്കൂടിലൊക്കെ ഇടുമ്പോൾ എല്ലാ പ്രാവും ഈനെ കുത്തുന്നു. അതുകൊണ്ട് ചിറക് വെട്ടിയിട്ട് പുറമേക്ക് ഇടലാണ്. ഇനിയിപ്പോൾ ഈനെ നമ്മൾ പറത്തിയാലും വിട്ടാലും ഇവിടെ തന്നെയാണ് വരിക. അതാണ് പ്രശ്നം. ഇനി അങ്ങോട്ട് പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് നമ്മളൊരു മേൽപ്രാവാണ് ഉള്ളത് കുറുങ്ങുന്നത്. എപ്പോഴും എല്ലാ പ്രാവും ഈ മേൽപ്രാവിൻ്റെ ഈ ലോഫ്റ്റിൻ്റെ മുന്നിൽ നിൽക്കും, കൂടിൻ്റെ. എന്തായാലും ഇതിനെ പിടിച്ച് കൂട്ടിയിലൊക്കെ ഇടാതെ ചാടിപ്പോയതാണ്. അപ്പോൾ നല്ല പിടച്ചിലുള്ള പ്രാവാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിടച്ചിലാണെങ്കിൽ നല്ല പറക്കുന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും പിടച്ചിലുള്ള പ്രാവിനെ പെട്ടെന്ന് ഫാൾക്കനൊന്നും അടിക്കൂല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാവിനെ ഒന്ന് പിടിച്ച് കൂട്ടിലാക്കുക. ഇതൊക്കെ ഒറ്റ കൈ കൊണ്ടാണ് ആക്കുന്നത്. അതാണ് സീന്. വീഡിയോ എടുക്കാൻ വേറെ ഒരാളില്ല, അതുകൊണ്ടാണ്. ഇനിയൊന്ന് നമ്മൾ കൂട്ടിലാക്കിയിട്ട് ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അതിനെ കൂട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെയാണ്. നമുക്ക് പുതിയ കൂടൊക്കെ അടിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇടാനുള്ള കൂടൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു കാല് സുഖമില്ലാത്ത പ്രാവിനെ ഞാൻ പുറമേ വെക്കൽ, കൂടില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പോലെ ഇവിടെ ഞാൻ 2ാം പ്രാവശ്യം വാങ്ങിയൊരു പ്രാവാണിത്. ഇത് ചെറുപ്പത്തിലൊരു 0 കള്ളിയിൽ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു 10 കള്ളിയായി പ്രാവ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രാവായിരുന്നു. പക്ഷേ ഓലമയിരിക്കുന്ന ഒന്ന് പ്രശ്നമുള്ളൂ. ഓലമ ഇരുന്നാലിന് ഒരു 1.5 മണിക്കൂർ ഇതിനെ പറത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഓലമ ഇരിക്കുന്ന കൊണ്ട് ചടച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഫീമെയിൽ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല പറന്നുണ്ട്. അതാണ് നമ്മളെ ടിക്ടോക്സ് എന്നൊരു മരുന്ന്, മറ്റേ പാൻ പോകുന്ന ഒരു മരുന്നുണ്ടല്ലോ, അത് കൊടുത്തപ്പോൾ ചത്തുപോയി ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ ഞാൻ ബ്രീഡിങ്ങിന് ഇടയിലില്ലാന്നു. ഇതറിയാതെ ഏതോ പ്രായമായിട്ട് ജോഡി അടിച്ചിട്ട് പിന്നെ മുട്ട ഇട്ടുപോയി. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വെച്ച് മുട്ട പൊട്ടിച്ചിട്ടൊന്നുമില്ല. അവിടെ വിരിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് അവിടെ വെച്ചതുകൊണ്ട് ഒരു നല്ല 2 കുഞ്ഞന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇനിയിപ്പോൾ ഇവരെയും പറത്താനൊക്കെ ഉണ്ടാവും. എന്തായാലും റെഡിയായി വരുന്നുള്ളൂ ഇവര്. ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് കൂടൊക്കെ ക്ലീൻ ആക്കണം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് സൂക്കേട് പെട്ടെന്ന് വരും. ഒന്നാമത് മഴയാണ്. അപ്പോൾ ഒന്നാമത് എല്ലാവരും ബ്രീഡിങ്ങിന് ഇടാത്തത് അതാണ്. ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലത്ത്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇറക്കുമ്പോൾ സീനാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ അവസ്ഥ. ഇനിയിപ്പോൾ കുറച്ച് തീറ്റയൊക്കെ ഇപ്പോൾ വെച്ചെടുക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആയിട്ട് ഓൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബേസിനാണ്. അപ്പോൾ ഞാൻ ബേസിനൊക്കെ മാറ്റി മറ്റേ പാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പോൾ കൂടുതൽ പ്രാവുണ്ടല്ലോ. അപ്പോൾ ആ ചെറിയൊരു പാത്രത്തിൽ തിന്നുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലർക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലാണെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് തിന്നാലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെണ്ണീര് കല്ല് ഒക്കെ ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ വെള്ളപ്പാത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിലേക്ക് തീറ്റയൊക്കെ വെച്ച് കൊടുത്താൽ വെള്ളം ഇങ്ങനെ വെച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ രാവിലെ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ ഇപ്പോൾ ഒരു സാധനമുണ്ട്, ഫിനിഷറിന് അറിയും. അപ്പോൾ ആ സംഭവം കുട്ടികൾക്ക് കൊടുക്കലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസിലായി വരും. അപ്പോൾ ലോഫ്റ്റുള്ള അടുത്തുള്ള ഞാൻ ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെയാണ് മനസ്സിലായേ. അപ്പോൾ ഇത് ഫിനിഷറിനാണ്. ഇത് കോഴിത്തീറ്റ അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ഷോപ്പിൽ ഫിനിഷറിന് പറഞ്ഞാലോ ഇതെടുത്ത് തരും.
ചില സ്ഥലത്ത് വേറെ പേരായിരിക്കും, അതറിയില്ല. എന്തായാലും ഇതാ നിങ്ങളൊന്ന് നോക്കി വെച്ചോ, ഒന്ന് സൂം ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് സാധനം, ഒന്ന് ഫോക്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഫിനിഷർ എന്നാണ്. ഇത് ശരിക്കും ഗോതമ്പിൽ ഇടാൻ പാടില്ല എന്നാണ് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ. അപ്പോൾ ഇത് ഫിനിഷർ പെട്ടെന്ന് പൂപ്പ് വരും. അപ്പോൾ അത് ഗോതമ്പിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഗോതമ്പിനും പെട്ടെന്ന് പൂപ്പൽ വരും. അപ്പോൾ അതാണ് സീന്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കും, ഗോതമ്പും ഇതുമായിട്ട് മിക്സ് ചെയ്യൂല. അപ്പോൾ പേര് മറന്നുകൊണ്ട ഫിനിഷർ എന്നാണ്. അപ്പോൾ പ്രായനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഗോതമ്പിലും ഇച്ചിരി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ പാത്രത്തിലിടുമ്പോൾ ഗോതമ്പ് ഇതുമായിട്ട് ഒരുമിച്ചിടാൻ പാടില്ല. നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും രണ്ടാളും ഗോതമ്പും ഈ സാധനം ഫിനിഷറും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രാവ് കഴിച്ചോളും, സീനൊന്നുമില്ല. ഇത് ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ കുട്ടികളുള്ള പ്രാവിന് മാത്രം കൊടുത്താൽ മതി, പറക്കുന്ന പ്രാവിന് കൊടുക്കല്ലേ. പറക്കുന്ന പ്രാവ് കൊടുക്കുക ഇടുന്ന സമയത്ത്. അപ്പോൾ അല്ലാത്ത സമയത്തൊന്നും ഈ സാധനം കൊടുക്കല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് തടി വെച്ച് പോവും, അതാണ് സീന്. അപ്പോൾ ബ്രീഡിങ്ങിന് ഇടുന്ന പ്രാവിനെ മാത്രം നമുക്ക് ഇത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ, രാവിലത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഒന്ന് രാത്രിത്തെ ഇത് വരാം. അപ്പോൾ രാവിലെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യൽ. പിന്നെ ഞാൻ ഇവിടെ കൊടുക്കലെന്ന് വെച്ചാൽ അധികം മുത്താറിയാണ്. അപ്പോൾ അത് പറക്കുന്ന പ്രാവിന് മാത്രമേ കൊടുക്കലുള്ളൂ. അപ്പോൾ അല്ലാത്ത പ്രാവിന് ഗോതമ്പാണ് കൊടുക്കൽ. അപ്പോൾ മുത്താറി തലേന്ന് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് വെക്കും, എന്നിട്ട് ഒന്ന് കുതിർന്നിട്ട് പിറ്റേന്ന് കൊടുക്കും. അതേപോലെ കടല കൊടുക്കും. ഈ കടല കൊടുക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കാണ്. ഇപ്പോൾ കുട്ടികളുണ്ടായല്ലോ, അപ്പോൾ തള്ളപ്രാവ് മാത്രമാണല്ലോ, ഫീമെയിൽ മാത്രമല്ല കൊടുക്കുന്നത്. അപ്പോൾ ക്ഷീണിക്കണ്ടായി വെച്ചിട്ട് തള്ളപ്രാവിന് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കും കടല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആമസോണിൽ ഒരു റിങ് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഡബ്ബറിൻ്റെ റിങ്ങാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ പ്രാവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇതിൽ കുറേ സബ്ജ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സബ്ജയാണെന്ന് മറന്നു തന്നെ മാറിപ്പോവും. അപ്പോൾ ഈ റിങ് ഉണ്ടപ്പോൾ മനസ്സിലാവുമല്ലോ ഏത് സബ്ജയാണെന്ന്. അപ്പോൾ പുള്ളിപ്രാവൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയും അടയാളമൊക്കെ ഉണ്ടാവും, പക്ഷേ സബ്ജകൾ ഒരേ പോലെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ റിങ്ങിൽ 3 എണ്ണം ആക്കുക, ഒരു റിങ് 3 എണ്ണം ആക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു റിങ് തന്നെയാണ്, പക്ഷേ ഞാനിതിപ്പോൾ 3 എണ്ണം ആക്കിയിട്ടാണ് കൊടുക്കൽ. അപ്പോൾ ഇത്രയും വലിയ റിങ്ങൊന്നും പ്രാവിൻ്റെ കാൽമേൽ ശരിയാവില്ല. ഇപ്പോൾ ഫുള്ളാണ് ഗോതമ്പൊക്കെ സെറ്റാക്കിയാണ്. ഇനിയിപ്പോൾ മഴക്കാലത്തേക്കൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഇതാണ് നമ്മളെ പൊട്ടിപ്പോയ പ്രാത്തം. ഇത് അറിയാതെ ഒന്ന് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് നമ്മളൊന്ന് മാറ്റിയേ. പിന്നെ പ്രാവിന് സുഖമായിരുന്നല്ലോ വലിയ പാത്രത്തിൽ തന്നെ. ഇതൊക്കെയാണ് രാവിലത്തെ അവസ്ഥ. ഇനി ഒന്ന് രാത്രി നമുക്ക് പ്രാവിനൊക്കെ തീറ്റ എടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. കുറച്ച് നേരമാണ് മഴ നിന്നത്, നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുക. ഇന്ന് പുറമേ ഒന്നും വിടാൻ പറ്റിയില്ല, പറത്താനും പറ്റിയില്ല മഴ ആയതുകൊണ്ട്. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഇപ്പോൾ ലേറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പറത്തിയാൽ ശരിയാവില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തീറ്റ വെച്ച് കൊടുക്കുക. അപ്പോൾ കഴിച്ച് നമ്മൾ ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, മഴക്കാലമല്ലേ. ഇപ്പോൾ പ്രാവിൻ്റെ കൂട്ടിലേക്ക് ഇങ്ങനെ മഴപ്പാറെല്ലാം അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതേപോലെ ഈ ഭാഗത്തും കൂടി നമ്മൾ ഷീറ്റ് ഇടാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഇടൂല, ഒഴിവ് കിട്ടുമ്പോൾ ഇടാം. അപ്പോൾ നമുക്ക് അവിടെ കണ്ടില്ലേ, അവിടെ നനവുണ്ട്. അപ്പോൾ ആ ചളിയിലൊക്കെ പ്രാവ് കുളിക്കും. അപ്പോൾ അതൊക്കെ പിറ്റേന്ന് സമയം കിട്ടുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പ്രാവുകൾക്കൊക്കെ തീറ്റ കൊടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീമെയിലിനെ കുഞ്ഞന്മാരെയാണ് ആദ്യം തുറന്ന് വിടുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, ജോഡി അടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രീഡിങ്ങിന് ഇടലില്ല. ബ്രീഡിങ്ങിന് ഇടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരുമിച്ചാണ് കൊടുക്കുക. എന്തായാലും ഇനി നമുക്ക് കുഞ്ഞന്മാരെ ഫീമെയിൽസിനെ ഒന്ന് തുറന്ന് വിടാം.
അപ്പോൾ നമ്മൾ കുഞ്ഞന്മാരെ ഫീമെയിൽസിനെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് ഫുഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് എല്ലാ പ്രാവുകളും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരെയും പിടിച്ച് കൂട്ടിലാക്കണം. ഇനി അടുത്ത ട്രിപ്പ് നമ്മളെ മെയിൽ പ്രാവിനെ പുറമേടണം. അപ്പോൾ എന്തായാലും ഇവരൊക്കെ പിടിച്ച് കൂട്ടിലാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുഞ്ഞന്മാർക്കും പെൺപ്രായനും ഒക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആൺപ്രായന് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ പ്രായനപ്പം പുറമേട്ടുണ്ട്. ഇനി ഇവർ തിന്നോട്ടെ. അപ്പോൾ പ്രാവ് തിന്നുമ്പോഴേക്ക് നമ്മൾ രാഗി അതേപോലെ കടല ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വരിക. അപ്പോൾ വൃത്തിയാക്കിയിട്ട് മാത്രമേ പ്രാവിന് കൊടുക്കൂ. അപ്പോൾ ഇതൊന്ന് നല്ലോണം കഴുകിയിട്ട് പ്രാവിന് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാ പ്രാവുകളും ഇപ്പോൾ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഇവിടെ മുത്താറിയും കടല ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് നമുക്ക് കൊടുക്കണം. ഇവർക്കല്ല നമ്മൾ പറത്തിക്കുന്ന പ്രാവിന്. അപ്പോൾ കടല നമ്മൾ കുഞ്ഞന്മാർക്ക് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇവരൊക്കെ കൂട്ടിലാക്കട്ടെ. അപ്പോൾ നമ്മളെ പ്രാവുകൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതാ ഇപ്പം നടന്നു വന്ന ആ പ്രാവിന് കടല ഒന്ന് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയൊക്കെ പരിപാടി. ഇനിയിപ്പോൾ എല്ലാ പ്രാവിനെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടിൻ്റെ ലോഫ്റ്റ് വലയൊക്കെ നന്നാക്കി ലൈറ്റൊക്കെ ഓഫാക്കി താഴെ പോവും. അപ്പോൾ ഇത്രയാണ് ഒരു ദിവസം ഞാൻ ചെയ്യൽ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ തീറ്റയല്ലേ നിലത്തെടുക്കുന്നത്, അതൊക്കെ കുപ്പിയിലാക്കണോ, ഇതിൽ കുറച്ച് രാഗിയൊക്കെ നാളത്തേക്ക് വെള്ളത്തിലിടണോ, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കടല വെള്ളത്തിലിടണോ,
അതൊക്കെ താഴത്തുനിന്ന് കിട്ടുന്നതാണ്. അതൊന്നും കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അധികം ലെങ്ത് ആയിട്ടുണ്ട്, 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു നല്ലൊരു പർട്ടിക്കുലർ വീഡിയോയിൽ വരാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീഡിയോസൊക്കെ കുറവായിരിക്കും, മഴയല്ലേ. അപ്പോൾ എന്തായാലും മാക്സിമം നോക്കാം.